യദുവിനെ KSRTCക്ക് തിരിച്ചെടുക്കേണ്ട സാഹചര്യം ഇതുമൂലം ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയാണ് യദുവിനെ ജാമ്യമില്ലാ വകുപ്പുകളിൽ കുടുക്കി കേസെടുക്കാൻ ശ്രമിക്കുന്നത്. യദുവിനെ അറസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ജയിലിൽ അടയ്ക്കാനാണ് നീക്കം. നേരത്തെ ബസ്സിലെ മെമ്മറി കാർഡ് കാണാനില്ലെന്ന പരാതിയിൽ യദുവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ അറസ്റ്റിലേക്ക് എത്തിക്കാനുള്ള തെളിവുകളൊന്നും കിട്ടിയില്ല. ഇതോടെ നിരാശരായിരുന്നു ഈ കൂട്ടർ. യദുവിനൊപ്പം ബസ്സിലെ കണ്ടക്ടറെയും സ്റ്റേഷൻ മാസ്റ്ററെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതിനിടെയാണ് ലൈംഗികാധിക്ഷേപ കേസിൽ മേയറുടെ മൊഴിയെടുക്കുന്നത്. സംഭവ ദിവസം രാത്രി മേയർ നൽകിയ പരാതിയിൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു. തർക്കത്തിന് കാരണം ഓവർടേക്കിംഗുമായി ബന്ധപ്പെട്ടല്ല എന്നും സ്ത്രീകളോട് മോശമായി പെരുമാറിയതാണെന്നും അതുകൊണ്ടാണ് പരസ്യമായി പ്രതികരിച്ചതെന്നും മേയറും സച്ചിൻ ദേവും പറഞ്ഞിരുന്നു. സച്ചിൻ ദേവ് അസഭ്യം പറഞ്ഞു എന്നത് നുണയാണെന്ന് മേയർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അസഭ്യം പറഞ്ഞുവെന്നും സച്ചിൻ ദേവ് ബസ്സിൽ കയറി എന്നതിനും തെളിവുകളുണ്ട്. ഈ മൊഴി മജിസ്ട്രേറ്റിന് മുൻപിലും മേയർ എന്തായാലും ആവർത്തിക്കാനാണ് സാധ്യത. നിലവിൽ ജാമ്യമില്ലാ കേസിലെ പ്രതിയാണ് മേയർ. ആ മേയർ എങ്ങനെ അറസ്റ്റ് വരിക്കാതെ മൊഴി നൽകാൻ എത്തുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പിന്നെ ഇവരാണല്ലോ ഭരിക്കുന്നത്, അതുകൊണ്ട് നിയമമൊക്കെ ഇവരുടെ ആവശ്യാനുസരണം അങ്ങ് വളച്ചൊടിക്കും. അതുകൊണ്ട് പോലീസിന് എങ്ങനെയെങ്കിലും യദുവിനെ കൊടുക്കണം, അതാണ് ആവശ്യം. ഇതാണ് മേയറുടെയും ആവശ്യം. മേയറുടെയും സച്ചിന്റെയും താളത്തിന് തുള്ളുകയാണ് കേരള പോലീസ്. ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാതെ മറ്റ് തരമില്ല. ഇപ്പോൾ എന്തായാലും ഒരു വേഗപ്പൂട്ട് കിട്ടിയിട്ടുണ്ട്. അതാണ് അടുത്ത നീക്കം. യദുവിനെ തൂക്കാൻ വെച്ച് കളിക്കാനാണ് പോലീസിന്റെ പ്ലാനിങ്. തിരക്കഥ എന്തായാലും സച്ചിൻ ദേവിന്റെയും ആര്യയുടെയും തന്നെയാകും. പോലീസിന് പിന്നെ അത് ആടി തിമിർത്തല്ലേ പറ്റുകയുള്ളൂ. ഈർക്കിലി നേതാക്കളെയും കമ്മ്യൂണികളെയും സഖാക്കന്മാരെയും ഒക്കെ പേടിച്ചല്ലേ പോലീസിന് മുൻപോട്ട് പോകാൻ സാധിക്കൂ. ഇപ്പോഴും പറയുകയാണ്, ഇതിൽ കൃത്യമായ ഒരു നടപടി ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. ശക്തമായ തീരുമാനങ്ങൾ ഗണേഷ് കൈക്കൊണ്ടാൽ മേയറുടെ ആപ്പീസ് പൂട്ടും എന്നതിൽ ഒരു തർക്കവുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.